കാർത്തിക്, ഈ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇനി അഭിജിത് ദീപ്കെ ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം തന്നെ അവിടെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി അനുമതി വാങ്ങണം. എന്നാൽ മാത്രമേ ആ പ്രതിഷേധത്തിനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് നടക്കുമോ എന്നുള്ള ഉറപ്പുള്ളൂ. അപ്പോൾ ഈ അനുമതി വാങ്ങാൻ അവിടെ സ്റ്റേഷനിലേക്ക് എത്തണമെന്നുള്ളതൊക്കെ ആയിരുന്നല്ലോ നേരത്തെ ആഹ്വാനം. അല്ല ഇനി മറ്റാരെങ്കിലും വിട്ട് ഇപ്പോൾ അനുമതിക്കായി അപേക്ഷ നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ മുൻകരുതൽ, ഇത്രമാത്രം ജനപങ്കാളിത്തം അല്ലെങ്കിൽ ഒരുപാട് പേർ എത്താൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ പോലും ഇത്തരമൊരു സന്നാഹത്തെ നിയോഗിക്കേണ്ട സാഹചര്യം എന്താണ്? അതൊരു മുൻകരുതൽ എന്ന് മാത്രം കണക്കാക്കി ഒഴിവാക്കാൻ പറ്റുമോ? ഒരു മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്കിൽ കൂടിയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ആ പ്രതിഷേധങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം ഇത്തരത്തിൽ ഒരു ക്രമീകരണം ഒരുക്കിയത്. എന്തായാലും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാൻ ഇപ്പോൾ ഡൽഹി പോലീസ് അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. അഭിജിത് ദീപ്കെ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ നിയമവിദഗ്ധരുമായി അദ്ദേഹം കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ ഡൽഹി പോലീസുമായുള്ള ചർച്ചയിൽ ഈ അനുമതിക്കുള്ള ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ടാവാം. അവിടെ നിന്നും പുറത്തുവരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതായത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ സമാധാനപരമായി ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാനുള്ള അനുമതി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇപ്പോൾ ഡൽഹി പോലീസ് നൽകിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഡൽഹി പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമല്ല എങ്കിൽ കൂടിയും അതിനകത്ത് നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളാണ്. അങ്ങനെയെങ്കിൽ നിയമവിദഗ്ധരുമായി അഭിജിത്ത് ചർച്ച നടത്തി. നിയമവിദഗ്ധരും അഭിജിത്തിൻ്റെയും സാന്നിധ്യത്തിൽ അവർ ഡൽഹി പോലീസുമായി ചർച്ച നടത്തിയിട്ടുണ്ടാകണം. അങ്ങനെ സമാധാനപരമായി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറപ്പിൽ കൃത്യമായ രേഖകൾ, അഭിജിത്തുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് ആവശ്യപ്പെട്ട രേഖകളുമൊക്കെ കൈമാറിയിട്ടുണ്ടാകണം. അങ്ങനെയാണ് ഇതിന് അനുമതി നൽകിയത് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തണം. എന്തായാലും അനുമതി ലഭിച്ചിരിക്കുന്നു ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാകും പ്രതിഷേധം.